LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിൻ്റെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്നലെ മുതൽ സ്റ്റാർട്ടായിട്ടുണ്ട്. എങ്ങനെയാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നൊക്കെ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോസ് കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വരാൻ സാധ്യത ഉള്ള ഒരു ഡൗട്ടാണ്. ഇപ്പോൾ ഒരു കോഴ്സിലെ കോളേജസ് ഒക്കെ കൊടുത്തു. ഇനി അടുത്ത വേറൊരു കോഴ്സിലെ കോളേജസ് കൊടുക്കുമ്പോൾ വീണ്ടും 1 2 3 4 എന്ന നമ്പർ കൊടുക്കണോ, അതോ കണ്ടിന്യൂസ് നമ്പർ ഇട്ട് കൊടുത്താൽ മതിയോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ ചാൻസ് ഉള്ളതാണ്. അത്തരം കേസസിൽ എങ്ങനെയാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി എക്സാമ്പിളായിട്ട് 2 കോഴ്സസ് എടുക്കുക. ആദ്യം എടുക്കാൻ പോകുന്ന കോഴ്സ് DPharm കോഴ്സാണ്. DPharm കോഴ്സസിൽ 5 കോളേജസ് ഓപ്ഷനായിട്ട് വെച്ചു. അതായത് 1 2 3 4 5 എന്ന ഓപ്ഷനായിട്ട് ഇട്ട് കൊടുത്തു. ഇനി അടുത്ത വേറെ ഒരു കോഴ്സ്, അതായത് ഡിപ്ലോമ ഇൻ MLT DMLT കോഴ്സിലെ 5 കോളേജസ് കൊടുക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും 1 2 3 4 5 എന്നല്ല ഓപ്ഷൻ കൊടുക്കേണ്ടത്. നേരത്തെ കൊടുത്ത ഓപ്ഷൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. നേരത്തെ 1 2 3 4 5 എന്ന നമ്പർ ഇട്ട് കൊടുത്തെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 6 മുതൽ കോളേജ് ഓപ്ഷൻ കൊടുക്കണം. 6 മുതൽ എത്ര കോളേജാണ് കൊടുത്തത്? അതായത് നേരത്തെ DPharm കോഴ്സിന് 5 കോളേജാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ 1 2 3 4 5 എന്നതിന് ഓപ്ഷനായിട്ട് കൊടുത്തായിരുന്നു. ഇനി അടുത്ത് DMLT കോഴ്സ് സെലക്ട് ചെയ്തപ്പോൾ അടുത്ത 5 കോളേജ് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ നേരത്തെ 5 വരെ ഓപ്ഷൻ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ DMLTയിലെ കോളേജ് കൊടുക്കാനായിട്ട് 6 മുതൽ 10 വരെ ഓപ്ഷൻ കൊടുക്കുന്നു. ഇനി ഇങ്ങനെ ഏത് കോളേജ് എടുത്താലും ഏത് കോഴ്സ് എടുത്താലും നേരത്തെ കൊടുത്തതിൻ്റെ കണ്ടിന്യൂസ് നമ്പറാണ് ഇട്ട് കൊടുക്കേണ്ടത്. കണ്ടിന്യൂസ് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 5 വരെയാണ് ഓപ്ഷൻ കൊടുത്തതെങ്കിൽ അടുത്ത ഏത് കോളേജ് അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുത്താലും 6 മുതൽ നമ്പർ കൊടുത്ത് പോകണം. 6 മുതൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ കൊടുത്ത് പോകണം. റെപ്പറ്റീഷൻ ഒന്നും വരാതെ നമ്പർ ഇട്ട് പോകണം. അത് കഴിഞ്ഞ് നിങ്ങൾ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യണം. ആരും സേവ് ചെയ്യാൻ വിട്ടു പോകരുത്. എല്ലാവരും കൃത്യമായിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.